നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 50 ജനറൽ ഇംഗ്ലീഷ് വിഭാഗം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു എക്സാം പോലെ അറ്റൻഡ് ചെയ്ത് നോക്കുക. മാർക്ക് എത്രയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ നിലവാരം എത്രയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഷീ ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. ഷീ ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഫ്രം ആണ് ഉത്തരം. റിക്കവേർഡ് ഫ്രം ദ ഷോക്ക് എന്നാണ് പറയുന്നത്. റിക്കവേർഡ് ഫ്രം. അപ്പൊ എന്തെങ്കിലും ഇൻസിഡന്റിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ നിന്നും റിക്കവർ ആയി. റിക്കവേർഡ് ഫ്രം അല്ലെങ്കിൽ റിക്കവേർഡ് ഫ്രം എ ഡിസീസ്, അങ്ങനെ റിക്കവേർഡ് ഫ്രം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അഡോളസൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണ്? ഉത്തരം ഡി ആണ്. ADOLESCENCE. ADOLESCENCE ആണ് അഡോളസൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. അടുത്ത ചോദ്യം, ഹി റഷ്ഡ് ഡാഷ് മൈ റൂം. ഹി റഷ്ഡ് ഡാഷ് മൈ റൂം. ഇൻറ്റു, റഷ്ഡ് ഇൻറ്റു മൈ റൂം. With the order of things reversed. With the order of things reversed എന്നുള്ളതിന്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? അല്ലെങ്കിൽ ഈ ഫോറിൻ വേർഡ് അർത്ഥമാക്കുന്നത് വിത്ത് ദ ഓർഡർ ഓഫ് തിങ്സ് റിവേഴ്സ്ഡ് എന്നാണ്. ഏതാണ് ആ ഫോറിൻ വേർഡ്? ആൻസർ വൈസ് വേഴ്സ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ കീവേർഡ് ചരിഷ്മ. ചരിഷ്മ എന്ന വാക്കിന്റെ സമാനമായ അർത്ഥം എന്താണ്? ഉത്തരം മാഗ്നറ്റിക് അപ്പീൽ എന്നാണ് ചരിഷ്മ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ നഴ്സറിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ബി ആണ് ഉത്തരം. NURSERY ആണ് നഴ്സറി. ദ മിസ്പെൽഡ് വേർഡ് എമംഗ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? ഉത്തരം ബി, അക്കോമഡേഷൻ. അക്കോമഡേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ACCOMMODATION. ഇവിടെ ഒരു MA ഉള്ളൂ, 2 M ആവശ്യമുണ്ട്. ബാക്കി എല്ലാ സ്പെല്ലിങ്ങും കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം, ദ നൗൺ ഫോം ഓഫ് പ്രൊഡ്യൂസ്. പ്രൊഡ്യൂസ് എന്നുള്ളതിന്റെ നൗൺ ഫോം എന്താണ്? ഉത്തരം പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്നതാണ് പ്രൊഡ്യൂസ് എന്നതിന്റെ നൗൺ ഫോം. ദ സിനോണിം ഓഫ് ബ്രൈറ്റ് ഈസ്. ബ്രൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ക്ലിയർ. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് ഡിഗ്നിറ്ററി. ഡിഗ്നിറ്ററി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഒഫീഷ്യൽ. ഡിഗ്നിറ്ററി മീൻസ് ഒഫീഷ്യൽ. The book is my book is the old one dash is the torn one. My book is the old one dash is the torn one. Answer yours. Yours is the torn one. If she dash a bird, she would fly. Answer where ആണ്. ഇഫ് ഷീ വെയർ എ ബേർഡ് ഷീ വുഡ് ഫ്ലൈ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി? ഷീയുടെ കൂടെ വേർ വന്നപ്പോൾ, അതായത് പാസ്റ്റ് ടെൻസ് വന്നപ്പോൾ, സിമ്പിൾ പാസ്റ്റ് വന്നപ്പോൾ, രണ്ടാമത്തെ ക്ലോസിൽ കണ്ടീഷൻ ക്ലോസിൽ വേർ വന്നപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 വന്നു. അപ്പോൾ വുഡ് പ്ലസ് V1 വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണെന്ന്, സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഷീ വെയർ എ ബേർഡ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ബോൾഡ്. ബോൾഡ് എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻസർ ടിമിഡ്. ബോൾഡ്, ടിമിഡ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഹാൻഡ് റിട്ടൺ കോപ്പി ഓഫ് എ ബുക്ക്. ഒരു ബുക്കിന്റെ ഹാൻഡ് റിട്ടൺ കോപ്പിയെ പറയുന്ന പേരെന്താണ്? ആൻസർ മാന്യുസ്ക്രിപ്റ്റ്. മാന്യുസ്ക്രിപ്റ്റ് എന്നതാണ് കയ്യെഴുത്ത് രേഖ. ഒരു ബുക്കിന്റെ കയ്യെഴുത്ത് രേഖയ്ക്ക് പറയുന്ന പേര് മാന്യുസ്ക്രിപ്റ്റ്. എവരിവൺ ഈസ് ലൈക്ലി ടു മേക്ക് മിസ്റ്റേക്ക്. അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? എവരിവൺ ഈസ് ലൈക്ലി ടു മേക്ക് മിസ്റ്റേക്ക്. ആൻസർ ആറിൻ ഡേ ആണ്. ആറിൻറ്റ് ഡേ. ഇത് എന്തുകൊണ്ട് ആറിൻ ഡേ വന്നു? എവരിവൺ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അപ്പോൾ ആറിൻറ്റ് വന്നു. ഇനി എവരിവണിലെ പറയുമ്പം ഡേ എന്നാണ് നമ്മൾ ചേർക്കാനുള്ളത്. ആറിൻറ്റ് ഡേ. ക്യാൻ ഡേ വരത്തില്ല, കാരണം സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പൊ നെഗറ്റീവ് ടാഗ് ആണ് വേണ്ടത്. ഈസിൻ ഹി വരത്തില്ല, ഹി അല്ല അവിടുത്തെ സബ്ജക്റ്റ്. ഈസിൻറ്റ് എവരിവൺ വരത്തില്ല, എവരിവൺ ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കത്തില്ല. അപ്പം ആറിൻറ്റ് ഡേ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ. ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ. ഇതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്താണ്? ആൻസർ ലീല said that she had written a letter. ലീല said that she had written a letter. ഇതെങ്ങനെയാണ് വന്നത്? ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞാൽ റോട്ട് സിമ്പിൾ പാസ്റ്റ് അല്ലേ? അപ്പൊ സിമ്പിൾ പാസ്റ്റ് വന്ന ഏതിലോട്ട് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? ഹാഡ് പ്ലസ് V3. അതുകൊണ്ടാണ് ലീല സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ, ഹാഡ് പ്ലസ് V3 വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് യു ഹെൽപ്പ് മീ. ഡാഷ് യു ഹെൽപ്പ് മീ. ആൻസർ വിൽ യു. നിങ്ങൾ എന്നെ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ. അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ സെറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഏതാണ്? ആൻസർ ക്യുക്നെസ് ആണ്. ക്യുക്നെസ് ആണ് കൂട്ടത്തിൽ പെടാത്ത വാക്ക്. ഹാപ്പിനെസ്, അഫെക്ഷൻ, ഹേറ്റേഡ് ഇതൊക്കെ എന്താണ്? ഫീലിങ്സ് ആണ് അല്ലെ? അപ്പൊ ക്യുക്നെസ് ആണ് കൂട്ടത്തിൽ പെടാത്ത വാക്ക്. അടുത്ത ചോദ്യം, when the boys dash in the field they heard an explosion. when the boys dash in the field they heard an explosion. ആൻസർ were playing. അവർ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ they heard an explosion. ഇത് എങ്ങനെ മനസ്സിലായി were playing ആണെന്ന്? കണ്ടീഷണൽ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് വന്നപ്പോഴത്തേക്കും മെയിൻ ക്ലോസിലും പാസ്റ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ബോയ്സ് ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് വരുന്നത് വെയർ പ്ലേയിങ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഐ ആം ടയേർഡ് ഡാഷ് വർക്കിംഗ് ഇൻ ദ സിറ്റി ആൻഡ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ട്രാൻസ്ഫർ. ഐ ആം ടയേർഡ് ഡാഷ് വർക്കിംഗ് ഇൻ ദ സിറ്റി ആൻഡ് ഐ ഹാവ് അപ്ലൈഡ് ഫോർ എ ട്രാൻസ്ഫർ. ഇവിടെ എന്താണ് വരുന്നത്? ടയേർഡ് ഓഫ് വർക്കിംഗ് ആണ് വരുന്നത്. ടയേർഡ് ഓഫ് വർക്കിംഗ്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പ്രൈസ്. പുകഴ്ത്തുക. പുകഴ്ത്തുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കണ്ടം. കണ്ടം എന്നാണ് പുകഴ്ത്തുക എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ്. CONDEMN. കണ്ടം. മലഡി മീൻസ്. മലഡി MALADY. മലഡി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇൽനെസ് ആണ്. വയ്യായ്മ. ഇൽനെസ്, മലഡി. അടുത്ത ചോദ്യം, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഡൺ വെൽ. എന്താണ് വരുന്നത് അവിടെ ഉത്തരം? ഹാസ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. ഈച്ച് എന്ന് പറയുമ്പം സിംഗുലറിനെയാണ് കാണിക്കുന്നത്. അപ്പം ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഡൺ വെൽ ആണ്. ഇത് PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് കണ്ടുകൊണ്ട് പ്ലൂറലിലേക്ക് പോകരുത്. ഈച്ച് ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹാസ് ഇവിടെ ഉപയോഗിച്ചു. ഐ ഹേർട്ട് ഡാഷ്. ഐ ഹേർട്ട് മൈസെൽഫ്. മൈസെൽഫ് ആണ് ഉത്തരം. ഐ ഹേർട്ട് മൈസെൽഫ്. എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് മെന്റൽ ഡിസീസസ് ഈസ് കോൾഡ്. എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് മെന്റൽ ഡിസീസസ് ഈസ് കോൾഡ് സൈക്കാട്രിസ്റ്റ്. സൈക്കാട്രിസ്റ്റിന്റെ സ്പെല്ലിങ്ങും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. PSYCHIATRIST. സൈക്കാട്രിസ്റ്റ്. പി ഇവിടെ സൈലന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻ ആൻ ആക്സിഡന്റ്. വൺ ഓഫ് ദ പ്ലെയേഴ്സ് ഡാഷ് ഇൻ ആൻ ആക്സിഡന്റ് വാസ് ഇഞ്ചേർഡ്. ഈച്ച് ഓഫ് പറഞ്ഞതുപോലെ വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബും ആണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റും
സിംഗുലാർ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വാസ് ഇഞ്ചേർഡ് ആണ് ആൻസർ വരുന്നത്. വേർ ഇഞ്ചേർഡ് വരത്തില്ല, ഇഞ്ചേർഡ് വരത്തില്ല, വാസ് ഇഞ്ചുറിങ് വരത്തില്ല, വാസ് ഇഞ്ചേർഡ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് പ്രൊവക്കേഷൻ. പ്രൊവക്കേഷന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻസർ പെസിഫിക്കേഷൻ. പ്രൊവക്കേഷന്റെ ഓപ്പോസിറ്റ് പെസിഫിക്കേഷൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ദാറ്റ് ഹാസ് ദ സിമിലർ മീനിങ് ആസ് ദ വെൻഡ്. വെൻഡ് എന്നുള്ള വാക്കിന്റെ സിമിലർ മീനിങ് ഉള്ള വാക്ക് ഏതാണ്? ആൻസർ ഓപ്പണിംഗ് ആണ്. വെൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നാണ് അർത്ഥം. വെൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് എന്നാണ് അർത്ഥം. ദേ വിൽ നോട്ട് കം ഹിയർ ടുമോറോ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ദേ വിൽ നോട്ട് കം ഹിയർ ടുമോറോ. വിൽ ദേ. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ടാഗ്, ബാക്കി മൂന്നും നെഗറ്റീവ് ടാഗ് ആണ്. പോസിറ്റീവ് ടാഗ് ആയിട്ട് ഇവിടെ ബി മാത്രമേ ഉള്ളൂ. അത് കറക്റ്റും ആണ്. വിൽ ദേ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിട്ടുള്ള വാക്ക് ഏതാണ്? ആൻസർ തിയറം. തിയറം മാത്രമാണ് ഇവിടെ കറക്റ്റ്. THEOREM. മാത്തമാറ്റിക്സ് തെറ്റാണ്. മാത്തമാറ്റിക്സ് MATHE വരണമായിരുന്നു. ഇവിടെ ഇ മിസ്സിംഗ് ആണ്. ട്യൂഷന്റെ സ്പെല്ലിംഗ് TUITION വരണമായിരുന്നു. ഇവിടെ തെറ്റാണ്. ബയോഗ്രഫി BIOGRAPHY ആണ് വരേണ്ടത്. ഇത് മൂന്നും മിസ്റ്റേക്ക് ആണ്. തിയറം എന്നുള്ള വാക്കാണ് ശരി. അടുത്ത ചോദ്യം, മൈ അങ്കിൾ ഡാഷ് ടു ലണ്ടൻ 10 years ago. മൈ അങ്കിൾ ഡാഷ് ടു ലണ്ടൻ 10 years ago. ആൻസർ വെന്റ് ആണ്. എന്തുകൊണ്ട് വെന്റ് വന്നു? എഗോ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന കീവേഡ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ഇവിടെ വെന്റ് മാത്രമേ ഉള്ളൂ. അപ്പം വെന്റ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡാഷ് ദ ക്വസ്റ്റ്യൻ വിൽ ബി അവോർഡഡ് ദ പ്രൈസ്. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡാഷ് ദ ക്വസ്റ്റ്യൻ വിൽ ബി അവോർഡഡ് ദ പ്രൈസ്. ആൻസർ എന്താണ്? ആൻസേഴ്സ്. ആരാണോ ആദ്യം ക്വസ്റ്റ്യന് ഉത്തരം തരുന്നത് അയാൾക്കാണ് പ്രൈസ്. അപ്പോൾ ദ ഫസ്റ്റ് പേഴ്സൺ ഹു ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വിൽ ബി അവോർഡഡ് ദ പ്രൈസ്. അടുത്ത ചോദ്യം, മെനി പാരന്റ്സ് ആർ ബ്ലൈൻഡ് dash their children's fault. Many parents are blind dash their children's fault. Blind to their children's fault എന്നാണ് വരുന്നത്. The word alien means. alien എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? alien എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫോറിനർ. അപ്പൊ ഏലിയന്റെ ഓപ്പോസിറ്റ് എന്താണ്? നേറ്റീവ്. ഏലിയൻ വിദേശി, നേറ്റീവ് സ്വദേശി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് സ്പെൽഡ് കറക്റ്റ്ലി. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തേക്കുന്ന വേർഡ് ഏതാണ്? സെറിമോണിയസിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ്. CEREMONIOUS. CEREMONIOUS എന്നാണ് സെറിമോണിയസിന്റെ സ്പെല്ലിംഗ്. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, she was struck dash lightning. She was struck dash lightning. Option 4 of by with. She was struck dash lightning. ഏതാണ് ആൻസർ വരുന്നത്? ഉത്തരം ബൈ ലൈറ്റ്നിങ് എന്നാണ് പറയുന്നത്. She was struck by lightning. അടുത്ത ചോദ്യം, the boy's attention was diverted dash his studies. The boy's attention was diverted dash his studies. Diverted from his studies. അവന്റെ ശ്രദ്ധ മാറി. Choose the correct sentence from the following. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സെന്റൻസ് ഏതാണ്? ആൻസർ ബി ആണ്. I wrote to him yesterday. എന്താണ് ഇതില് മിസ്റ്റേക്ക്? ബാക്കിയുള്ളതിൽ മിസ്റ്റേക്ക് എന്താണ്? എസ്റ്റർഡേ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലെ കീവേഡ് ആണ്. അപ്പൊ എസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് വെർബിന്റെ രണ്ടാമത്തെ ഫോം V2. ഇവിടെ V2 ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. I wrote to him yesterday. ബാക്കിയൊക്കെ എയിൽ I have written തെറ്റാണ്. I will write തെറ്റാണ്. I had written തെറ്റാണ്. അപ്പം ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, the little boy spent much of his money dash sweets. The little boy spent much of his money dash sweets. Answer on. Spent on. On ആണ് ആൻസർ.
Her mother works for dash insurance company in Delhi. Her mother works for dash insurance company in Delhi. ആൻസർ ആൻ ആണ്. ആൻ ഇൻഷുറൻസ്. ഇ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ഇൻഷുറൻസ്. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഫ്രജൈൽ. ഫ്രജൈൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺബ്രേക്കബിൾ. അൺബ്രേക്കബിൾ എന്നാണ് ഫ്രജൈൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്. റഷീദ് വാസ് സോറി വെൻ ഹി ഡാഷ് ഓഫ് യുവർ ഇൽനെസ്. Rashid was sorry when he dashed off your illness. Answer heard. Rashid was sorry when he heard. Past tense ആണ്. was എന്ന് പറയുന്നത് past tense ആയതുകൊണ്ട് രണ്ടാമത്തെ പാർട്ടിലും past tense തന്നെ യൂസ് ചെയ്യണം. ബാക്കിയെല്ലാം present tenseലും future tenseലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ heard ആണ്. You like vegetarian food dash. Question tag. You like vegetarian food dash. ഡോണ്ട് യു ആണ് ആൻസർ. യു ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ് ഡോണ്ട് യു. എന്തുകൊണ്ട് ഡോണ്ട് വന്നു? ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക. ലൈക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡു പ്ലസ് ലൈക്ക് എന്നാണ് വരുന്നത്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യുക, ഡോണ്ട് യു. ദ ആക്ഷൻ ഓഫ് ലുക്കിംഗ് വിത്തിൻ ഓർ ഇൻ ടു വൺസ് മൈൻഡ്. ദ ആക്ഷൻ ഓഫ് ലുക്കിംഗ് വിത്തിൻ ഓർ ഇൻ ടു വൺസ് മൈൻഡ്. അതിനുള്ള വൺ വേർഡ് എന്താണ്? ആൻസർ ബി, introspection. Introspection ആണ് the action of looking within or into one's mind. Owing to the power cut in the area, factories are being forced to dash men. Answer lay off. Lay off. അടുത്ത ചോദ്യം, the correctly spelled word is. സെക്രട്ടറിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ആൻസർ ബി ആണ്. SECRETARY. SECRETARY. അടുത്ത ചോദ്യം, ഐ സോ എ ഡാഷ് ഓഫ് ഷീപ്പ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇപ്പൊ ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ആൻസർ എ, ഫ്ലോക്ക്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഹൗ ഡാഷ് ഈസ് ഇറ്റ് സിൻസ് യു ലെഫ്റ്റ് യുവർ ഹൗസ്. ഹൗ ഡാഷ് ഈസ് ഇറ്റ് സിൻസ് യു ലെഫ്റ്റ് യുവർ ഹൗസ്. ആൻസർ എന്താണ്? ഹൗ ലോങ്. എത്ര കാലമായി നിങ്ങൾ വീട് വിട്ടിട്ട്. ഹൗ ലോങ് ഈസ് ഇറ്റ് സിൻസ് യു ലെഫ്റ്റ് യുവർ ഹൗസ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ഇയർ മൈ ഫാദർ ഡാഷ് എ കമ്പ്യൂട്ടർ ഫ്രം ഇംഗ്ലണ്ട്. ആൻസർ ബ്രോട്ട്. ലാസ്റ്റ്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രോട്ട് ആണ്, V2 ഫോം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഡാഷ് വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. ആൻസർ ബി ആണ്, ഹാസ് ബീൻ. മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന്റെ രൂപത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിലവാരം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.